ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് മോനൂസ് ഇവിടെ ഇല്ല. അപ്പം എന്താ പറയുക, കുറേ ടൈം കിട്ടുന്നുണ്ട്. ജോലിയൊന്നും അത്ര വലിയ ജോലികളൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ മതി. വേദ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാളെ പോകുമായിരിക്കും. ഇന്നലെ വന്നേ പുള്ളിക്കാരി. അന്നേരം അപ്പുറത്തെ അമ്മയുടെ അവിടുത്തെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞു. അന്നേരം അവർക്ക് ഇനി 13 ദിവസം വരെ എങ്ങാണ്ടേ ഉള്ളു അവരിവിടെ. അത് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരി അനിയത്തി കൊച്ചിനെയും കൂടെ കൊണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള ആ കുട്ടിക്ക് സുഖമില്ലാത്തതാണ്. ആ കുട്ടീനെ ചേച്ചിയാണ്, അനിയത്തിയാണ് വന്നിരിക്കുന്നത്. അന്നേരം ആ കുട്ടീനെയും കൊണ്ട് അവർ പോവും. അവർ ശരിക്കും എവിടെയാണ്, സിംഗപ്പൂർ എവിടെയാണ് അവർ പോവും. നല്ല മനുഷ്യരാണ്. എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ, കാരണം ഇത് പറയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരാൾക്ക് ഇല്ലെങ്കിൽ എന്താ പറയുക, കൂടപ്പുറപ്പായാൽ അങ്ങനെ വേണമെന്ന് ഞാൻ അവരിലാണ് ഞാൻ കണ്ടത്. കാരണം ആ കുട്ടിക്ക് അറിയില്ല അമ്മ മരിച്ച് കിടക്കുകയാണെന്ന്. കുട്ടിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. അപ്പം ആ കൊച്ച് കേൾക്കത്തുമില്ല, മിണ്ടത്തുമില്ല. അന്നേരം ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വിളിക്കും, കാണാം, മിണ്ടാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ ഈ ചെറുക്കിങ്ങനെ കൈ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക കൊച്ച്. അപ്പം അന്നേരം ഈ പുള്ളിക്കാരി അന്നേരം ഈ അമ്മയുടെ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ബോഡി എടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. ആ ഒരു സിസ്റ്റർ ആ ഒരു പുള്ളിക്കാരിക്ക് കൊടുക്കുന്നൊരു കെയറിങ്, അയ്യോ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സീരിയസ്ലി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനുണ്ടമ്മ, അവർ തമിഴാണ് സംസാരിക്കുന്നത്, ഞാനുണ്ട് ഉനക്ക് എന്ന രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ നമുക്കത് കാണും, നമ്മളോലും നമുക്ക് വിഷമം വരും. കാരണം ആ അമ്മ എപ്പോഴും ടെൻഷനായിരുന്നു ഈ മകളെ ഓർത്ത്. ഈ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ഈ മകളെ എന്ത് ചെയ്യും, ഈ മകളെ ആരും നോക്കും എന്നൊക്കെയുള്ള ഭയങ്കര വിഷമം അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവം അങ്ങ് വിളിച്ചു പോയി. എനിവേ ഈ മകളെയും കൊണ്ട് സിംഗപ്പൂർ പോവുകയാണ്. അന്നേരം അവർക്ക് അവിടെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ റിസൈൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു 2 മാസത്തേക്ക് ഈ പുള്ളിക്കാരി സെറ്റായി വരണമല്ലോ അവരുടെ അടുത്തും. കാരണം പുള്ളിക്കാരുടെ മരുന്നും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരണം. അതൊക്കെ നോക്കണമെങ്കിൽ ഈ പുള്ളിക്കാരി കുറച്ച് ദിവസം ലീവ് എടുത്ത് നിന്നാൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ശരിക്കും സിസ്റ്ററോട് ഭയങ്കര സ്നേഹം, അവർക്ക് ജീവനാണ്. അതിൽ ഭയങ്കര ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക്. സ്വന്തം അമ്മ നോക്കുന്ന പോലെ തന്നെ അവർ നോക്കുമെന്ന് 100% ഉറപ്പാണ്. അവർ ഈ മാസം ലാസ്റ്റോടെ അവർ പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങ് സിംഗപ്പൂർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എനിവേ എവിടെ ആയാലും പോയി സന്തോഷമായിട്ട് ആ കുട്ടി ഇരിക്കട്ടെ, സമാധാനമായിട്ടിരിക്കട്ടെ, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അസുഖമുള്ള പല കുട്ടികളെ പല രീതിയിൽ. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴും അതുപോലെ എവിടെയെങ്കിലും ഒരു വീടുകളിൽ പോകുമ്പോഴും ഈ വല്ലപ്പോഴും ഇങ്ങനെ പോണ സ്ഥലങ്ങളിൽ ഇങ്ങനെ സുഖമില്ലാതെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് എടുത്തു പറയാൻ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞിട്ട് കൂട്ടുകാരി മരിച്ചു പോയത്. കാരണം അവളുടെ വീട്ടിൽ അവളുടെ ചേച്ചി, അവൾക്കോട് ഒത്തിരി വയസ്സിന് മൂത്ത ചേച്ചിയാണ്, പക്ഷേ ആ ചേച്ചി ഒരു കുഞ്ഞു ചേച്ചിയാണ്. ആ ചേച്ചി എപ്പോഴും തൊട്ടിലേ കിടക്കത്തുള്ളൂ, അത്രയേ ഉള്ളൂ. മാക്സിമം ഒരു 3-4 വയസ്സിൻ്റെ അത്ര വളർച്ച ആ ചേച്ചിക്കുള്ളൂ. ബോഡി ആയാലും ആളാണെങ്കിലും വളർച്ചയെന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് ഇതിനെ കേൾക്കാനോ ഒന്നും പറ്റത്തില്ല. എൻ്റെ ചെറുതിലെ ഞാൻ കണ്ടതാണ്. പക്ഷേ എനിക്കന്നത് അതിശയമായി. ഞാൻ വിചാരിച്ചു ആ വീട്ടിലെ ഇവളുടെ അനിയത്തിയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികളായിരിക്കും ആ തൊട്ടിൽ കിടക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ ഫേസ് കാണാൻ നമുക്കറിയാം ഏജുള്ളത് ആ ചേച്ചിക്കെന്ന്. അന്ന് ആ ചേച്ചി ഇങ്ങനെ തൊട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കന്ന് ആ ഒരു പ്രായത്തിന് ഭയങ്കര അതിശയമായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, ഇങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അന്നേരം നമ്മുടെ വീട്ടിൽ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ പൊന്നു പോലെ നോക്കണമെന്ന് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. സീരിയസ്ലി പറയാം. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഭയങ്കര കെയർ കൊടുക്കണം. കാരണം ആ അമ്മ തന്നെ ഒരു ലേഡിയെ സ്ഥിരം അവിടെ നിർത്താൻ തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യില്ല, ഈ കുട്ടീനെ ഉപദ്രവിച്ചാലൊന്ന് പേടിച്ചാണ് അമ്മ പോലും വേറൊരു വ്യക്തിനെ നിർത്താതെ ഈ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ കസാരയിൽ ആശുപത്രിയിൽ ചെന്ന് എല്ലാം കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ ജസ്റ്റ് കസാരയിലങ്ങാണ്ട് ഇരുന്നപ്പോഴാണ് ഇങ്ങനെ തലചുറ്റി വീണിട്ടാണ് ബ്ലഡ് തലയിൽ ഇതായിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയെന്നാണ് പറഞ്ഞത്. തലയ്ക്കുള്ളിൽ അങ്ങനെ മുടിയൊക്കെ മുട്ടയടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി കേട്ടോ. കാരണം ഞങ്ങൾ തമ്മിൽ
കുറച്ച് സമയങ്ങളിൽ വിരലെണ്ണാവുന്ന ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുള്ളൂ ഈ 2 മാസത്തിനുള്ളിൽ. പക്ഷേ 2 മാസത്തിൽ പുള്ളിക്കാരി ഞാൻ അന്ന് ഫസ്റ്റ് പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് സംസാരിച്ച കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കാണ് പിന്നെ ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഡോർ തുറന്ന് നോക്കിയ സമയം ഇങ്ങനെ പുറത്തെടുക്കാൻ വേസ്റ്റ് വെക്കാൻ വേണ്ട സമയത്ത് പുള്ളിക്കാരി ഡോറ് തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കാണുകയും ചെയ്തു, ജസ്റ്റ് ഹായ് പറഞ്ഞ് കയറുകയും ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ആ ആൻറ്റി കിടക്കുന്നതാണ് കാണാൻ പറ്റിയത്. അന്നേരം അവരുടെ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാൻ പറ്റി, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. നമുക്ക് ചില വിധികളാണ്. ഞാൻ അന്ന് പണ്ട് നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ ഒരു കൂട്ടുകാരുടെ അമ്മയുടെ കാര്യം. അന്നേരം ഇപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് മാറി ഇവിടെ വരണം, അന്നേരം ഇത് കാണണം എന്നൊക്കെ നമ്മുടെ തലയിൽ ദൈവം ഓരോ വിധികൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ. അന്നേരം അതും ഞാൻ അങ്ങനെ വിധിയെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. വിധിയാണെല്ലാം. കാരണം ആ ഒരു കാര്യത്തിൽ എനിക്ക് പങ്കെടുക്കുകയും വേറെ ഈ ഫ്ലാറ്റിലുള്ള ഒരു മനുഷ്യരും ഇല്ലായിരുന്നു കേട്ടോ. ഈ 5 ടവറുണ്ട്, ഇവിടെയുള്ളൊരു മനുഷ്യരും ഇല്ലായിരുന്നു. നമ്മുടെ ഫ്ലോർ തന്നെ 25 നിലയുണ്ട്. ഈ മൊത്തം 26 നിലയായത്. അന്നേരം അതിൽ ഒരു ഫ്ലോറും കൂടത്തില്ല, മൊത്തം 25. പക്ഷെ ആരും പരസ്പരം ഒരു മിണ്ടാട്ടമൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ അതിൽ പങ്കെടുക്കാൻ പറ്റി. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ തോന്നുന്നുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആ ഒരു ചടങ്ങിൽ നമ്മൾ എത്തിപ്പെടണം, ദൈവം നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എവിടെയായാലും എത്തിപ്പെടുന്നത്. അല്ലാതെ ഒന്നുമല്ല, വിധിയാണ്. ഞാനിപ്പോൾ നാളെ ഒരു സ്ഥലത്ത് എത്തിപ്പെടണം ദൈവം എഴുതിയത് കൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് എത്തിപ്പെടുന്നതും. അതുപോലെ ഞാൻ യാദൃശ്ചികമായിട്ട് എൻ്റെ ലൈഫിൽ വന്നതാണ് ഈ അമ്മയും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവർ 2 പേരും. കാരണം ഈ അമ്മയുടെയും മരണാന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയത്, ആ അമ്മയുടെയും മരണാന്തര ചടങ്ങുകൾക്ക് എനിക്ക് ചെന്ന് പെടാൻ പറ്റി. എനിവേ എങ്ങനെ ഇരുന്നാലും അവർ ആത്മാവിന് ആ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും ആലോചിക്കും, ആ അമ്മ ഇതിനൊക്കെ ഫെബ്രുവരി 4-നാണ് പോയത്. എപ്പോഴും ആലോചിക്കും ആ അമ്മയുടെ ആത്മാവിന് എപ്പോഴും നല്ലത് വരത്തന്നെയെന്ന്. കാരണം പിന്നെ എനിക്കൊരിക്കലും ആ സ്ഥലങ്ങളിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എപ്പോഴും ആ ഒരു ഫെബ്രുവരി വരുമ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. കാരണം ഫെബ്രുവരി 6-നാണ് വേദയുടെ ബർത്ത്ഡേ. അന്നേരം ആ വർഷം നമ്മൾ വേദയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അന്നേരം ഫെബ്രുവരി 4-നാണ് ആ അമ്മ മരിക്കുന്നത്. അന്നേരം നമ്മൾ ആ 6-ൽ വേദയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ല ആ ഒരു വർഷം. അന്നേരം ആ ഒരു ഫെബ്രുവരി എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ അതിന് ശേഷം ഓടി വരും. അയ്യോ മമ്മി മരിച്ചിട്ട് ഇത്ര വർഷം ആവുന്നുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കും. അതുപോലെ ഇപ്പോൾ ഈ അമ്മയുടെ ഇതിനൊക്കെ വാവ് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കും, അയ്യോ ഈ അമ്മ ഇങ്ങനെ പോയല്ലേ. ആ അമ്മയുടെ ആത്മാവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലത് എവിടെ ഇരുന്നാലും ആ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് തന്നെ ഞാൻ അതും പ്രാർത്ഥിക്കും. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് ചില 2-3 പേരെ നെഗറ്റീവായിട്ട് കമൻ്റ് അടിച്ച് എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാൻ വേറൊന്നും കൊണ്ടല്ല ഇപ്പം രേണുവിനായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ചില മനുഷ്യർ നമ്മളെ ഒരുമാതിരി ഞാൻ ആദ്യമൊക്കെ രേണുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രേണു പോകുന്ന പോക്ക് അത്ര ക്ലിയർ ആയല്ല. അല്ലെങ്കിൽ അവരിങ്ങനെ ഈ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുമ്മാതെ വിഡ്ഢിവേഷം മീഡിയയുടെ മുമ്പിൽ വന്ന് കാണിക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു വിഷമം, ഇത് തോന്നിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അല്ല, എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും എനിക്ക് ആ സ്ത്രീയോടില്ല. പിന്നെ ആ ഒരു സിംഗിൾ ബോബിൻ്റെ ഇവരെക്കുറിച്ച് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല വ്യക്തികളും സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഒരു മറുപടിയും കൊടുക്കാതെ പെട്ടെന്നൊരു ഒരു കാറ്റത്തൊരു വീശിയ കാറ്റിൽ പോയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അല്ലാതെ വേറെ അവരെനിക്ക് ശത്രുവുള്ളവരോ ഒന്നുമല്ല. ആ ഒരു സമയത്ത് തോന്നിയ ഒരു ഇതാണ് ഞാൻ ആ സ്ത്രീയെ കുറിച്ച് അങ്ങനെ സംസാരിച്ചത്. അതിലെനിക്ക് തെറ്റാണോ ചോദിച്ചാൽ തെറ്റാന്ന് പറയില്ല, ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണെന്ന് പറയാനുമില്ല. കാരണം ചില കാര്യം നമുക്ക് ദൈവം തന്നെ ഉള്ളതെന്താ, നമുക്ക് കാണാനും കേൾക്കാനുമാണ്. അത് നമ്മൾ എല്ലാവരും ഇങ്ങനെയുള്ള പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാം. പിന്നെ ജാസിയുടെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പെണ്ണുങ്ങൾ വെറും ഒരു ഊച്ചാളികളെന്നുള്ള രീതിയിലാണ് വിത്തുക്കണൊക്കെ പെരുമാറ്റം. കാരണം ഒരു സ്ത്രീ വന്നിരുന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ ഒന്ന് പ്രസവിച്ചാൽ മാത്രം സ്ത്രീ ആവില്ല. സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം രീതിയിൽ കൂടെയാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ ചെന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തീർച്ചയായിട്ടും അറിയാം. ഇപ്പോൾ ഒരു പെണ്ണ് ഒരു പ്രായപൂർത്തിയായ സമയം മുതൽ അവളുടെ ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ എന്തെല്ലാം അവൾ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ഇവർക്കത് മനസ്സിലാകത്തില്ല. എന്നാലും ഈ പ്രസവിക്കുന്ന മാത്രം സ്ത്രീയാണെന്ന് അവർ പറഞ്ഞാൽ അത് പ്രസവം തന്നെയാണ്. അത് അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണത്. അവർക്കൊന്നും ഒരിക്കലും അങ്ങനെ വന്നിരുന്ന് പറയാനുള്ള ഒരു അധികാരമില്ല. പ്രസവിച്ചാൽ മാത്രം സ്ത്രീ ആവില്ല. അത് പക്ഷേ ആ ഒരു പ്രസവ സമയത്ത് ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പെയിനുണ്ട്. അത് ഇപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് കേട്ടപ്പം
ആ ഒരു രീതിയിൽ. പിന്നെ ഇവത്തുങ്ങൾ ഈ കെട്ടുന്ന വേഷം കെട്ടൽ വേറുള്ള സ്ത്രീകൾ, നമ്മുടെ നോർമൽ സ്ത്രീകളും പല വേഷങ്ങളും കെട്ടുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. അതൊക്കെ പലതും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. കാരണം ആ പുള്ളിക്കാരനെ നമ്മളെല്ലാവരും ദുബായിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണുന്നത് പൂർണ്ണതയ്ക്ക് ഒരു പുരുഷനെ പോലെ എനിക്ക് താടിയും മീശയും എല്ലാം വെച്ച് സെറ്റാക്കി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് വന്ന് വീണ്ടും ഈ ഒരു കോലം കെട്ടുമ്പം തീർച്ചയായും നിങ്ങളായാലും കാണാൻ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ രേണുവിൻ്റെ കാര്യങ്ങളായാലും രേണു ചില കാര്യങ്ങൾ കാണിക്കുമ്പോഴും അവർക്ക് അതൊരു തിരിച്ചറിവ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ്. കാരണം അവർക്ക് വീട് വെച്ച് കൊടുത്ത് അവർക്ക് സുഖമായി ജീവിക്കാനാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഇന്നൊരു കേട്ട് കാണും, ഒരു പ്രശസ്ത യൂട്യൂബർ വന്നിട്ട് നമ്മുടെ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു. കാരണം ചില മക്കൾ അങ്ങനെയാണ്, സ്വന്തം അച്ഛനമ്മയും വളർത്തിയാലേ അത് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ അവരെയൊക്കെ ജീവിതം, അമ്മയ്ക്ക് അമ്മ തന്നെ വേണം, അച്ഛൻ തന്നെ വേണം. ഇതിലേതെങ്കിലും ഒരാളുണ്ടായാലും പറ്റില്ല കേട്ടോ. ആ മക്കൾ ആ രീതിക്ക് നിൽക്കില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കിച്ചു അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. കാരണം നല്ലൊരു പയ്യനാണ്, നല്ലൊരു ഭാവിയുള്ളതാണ്. ഇങ്ങനെയുള്ള കൂട്ടുസെറ്റിലും ഇങ്ങനെയുള്ള ഇതിലൊന്നും ചെന്ന് പെടാതിരിക്കട്ടെ. അവൻ അങ്ങനെ പെടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ ഈ ലോകം കണ്ടതാണ്, ഇവിടെയുള്ള മനുഷ്യരെയും കണ്ടിട്ടാണ് അവൻ ജീവിക്കുന്നത്. അത് ചെയ്യത്തില്ലാണെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ അവരൊരു പ്രമുഖ യൂട്യൂബറാണ്, അവർ സത്യാവസ്ഥ മാത്രം വിളിച്ചു പറയുന്ന സ്ത്രീ എന്നാണ് പല യൂട്യൂബേഴ്സും പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അവരൊരു വീഡിയോ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് വേറൊരു കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ കിച്ചോൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ ലോകത്ത് പിള്ളേർ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരില്ല. പക്ഷേ അങ്ങനെ ചെയ്ത തെറ്റ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ മോനുസായാലും അങ്ങനെ ചെയ്ത തെറ്റ് തന്നെയാണ്. കാരണം എനിക്കൊരിക്കലും ഇഷ്ടപ്പെടില്ല എൻ്റെ മോനുസ് അങ്ങനെ ചെയ്താൽ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അന്നേരം ഇപ്പോൾ കിച്ചു അങ്ങനെ കിച്ചുവിനെ എൻ്റെ മകനെ പോലെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അയ്യോ കിച്ചു അങ്ങനെ ചെയ്തോ എന്നൊരു സത്യാവസ്ഥ അറിയണമെന്നുള്ളൊരു ഫീല് വന്നു കേട്ടോ. സീരിയസ്ലി പറയാം. ഇനി ആരെങ്കിലും കിച്ചുവിനോട് സംസാരിച്ച് സത്യാവസ്ഥ പറഞ്ഞാൽ കൊള്ളാം, കേൾക്കാം, നല്ലേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യൂട്യൂബിലൊന്നും ആരോടും ഒരു വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലും ഇതില്ല. പിന്നെ ചില കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കണം കേട്ടോ. ഞാനൊക്കെ ഒരു സാധാരണ സ്ത്രീയാണ്, സാധാരണ ഒരു സ്ത്രീയാണ്. ഒരു ചെറിയൊരു തുണിക്കടയും കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ആരുടെ ഒരു രീതിയിൽ ആരെയും വിഷമിപ്പിക്കണമെന്നോ ഇല്ലെങ്കിൽ സങ്കടപ്പെടുത്തണമെന്നോ ഇല്ല. ഒരു രീതിയിൽ ആരുടെ ഒന്നും എനിക്കൊരു ഇതില്ല. ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്ന വ്യക്തിയുമല്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേസ് പറയാനുള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യം നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമ്മളെന്തായാലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ലേ, എന്നാലും ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ, അന്നേരം പറഞ്ഞു പോകുന്നതാണ്. അതിൽ ഞാനൊരു വേറെ കാര്യമാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം ഇപ്പോഴത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ അന്ന് എൻ്റെ മകളുടെ കാര്യം പറഞ്ഞ സമയത്ത് മിക്ക ചാനലുകളും ഇപ്പോൾ അറിയപ്പെടുന്ന ചില ചാനലുകൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം ചെയ്യുന്നവർ ചെയ്തോട്ടെ, പിന്നെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുപോലെ ചെയ്തതല്ല, പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കും. അതുപോലെയാണ് അവരും ചെയ്തിരിക്കുന്നത്. അല്ല അതിനോട് തെറ്റ് പറയാൻ ഇപ്പം ഞാൻ പ്രതികരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ. അതുപോലെ അവർക്കും തോന്നിയിട്ടാണ് അവരും അത് പ്രതികരിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റ.